കഴിഞ്ഞ 9 ദിവസമായി കേരളത്തിന്റെ ആകെ ആശങ്കകൾക്ക് ഇന്ന് ഉത്തരം കിട്ടും. ലോറി കിടക്കുന്ന സ്ഥലത്തെക്കുറിച്ച് വ്യക്തത ലഭിച്ച സാഹചര്യത്തിൽ 10ാം ദിവസമായ ഇന്ന് നിർണായകം. കരയിൽ നിന്ന് 20 മീറ്റർ മാറി 15 അടി താഴ്ചയിൽ അർജുൻ ഓടിച്ച ട്രക്കുണ്ടെന്നാണ് നിലവിൽ കണ്ടെത്തിയിരിക്കുന്നത്. ഇന്ന് രാവിലെ 8 മണിയോടെ മണ്ണ് നീക്കാനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിക്കുമെന്നാണ് വിവരം. മണ്ണിടിച്ചിൽ സമയത്ത് അർജുൻ ലോറിയുടെ ക്യാബിനുള്ളിൽ കിടന്ന് ഉറങ്ങുകയായിരുന്നുവെന്നാണ് നിലവിൽ കരുതുന്നത്. ഇത് പ്രകാരം ലോറിക്കുള്ളിൽ അർജുൻ ഉണ്ടോ എന്നാണ് ആദ്യം പരിശോധിക്കുക. ഡ്രൈവർമാരെ ഇറക്കി ക്യാബിനുള്ളിൽ അർജുൻ ഉണ്ടോ എന്ന് കണ്ടെത്താൻ ശ്രമം നടക്കും. ഇതിനുശേഷമാകും ട്രക്ക് പുറത്തെടുക്കാനുള്ള ശ്രമങ്ങൾ നടക്കുക. പുഴയിൽ നിന്ന് ലോറി പുറത്തെടുക്കാൻ ആവശ്യമായ ഉപകരണങ്ങളും മറ്റ് സജ്ജീകരണങ്ങളും സൈന്യം സ്ഥലത്തെത്തിച്ചിട്ടുണ്ട്. ദേശീയപാതയിലേക്ക് ഇടിഞ്ഞു വീണ ഷിരൂർ കുന്നിലും ഗംഗാവാലി പുഴയിലും റഡാറും മണ്ണുമാന്തി അടക്കമുള്ള ഉപകരണങ്ങൾ ഉപയോഗിച്ച് ഒരാഴ്ചയിലേറെയായി തെരച്ചിൽ നടത്തുകയായിരുന്നു. അഡ്വാൻസ്ഡ് ഡ്രോൺ ബേസ് ഇന്റലിജൻസ്, അണ്ടർഗ്രൗണ്ട് ബറീസ് ഒബ്ജക്ട് ഡിറ്റക്ടർ, ഫറക്സ് ലൊക്കേറ്റർ അടക്കമുള്ളവ ഉപയോഗിച്ച് നടത്തിയ പരിശോധനയിലാണ് ഇന്നലെ ലോറി കണ്ടെത്തിയത്. കർണാടക റവന്യൂ മന്ത്രി കൃഷ്ണ ബൈരേ ഗൌഡയാണ് വൈകിട്ട് 3:25 ലോറി കണ്ടെത്തിയത് സ്ഥിരീകരിച്ചത്. ഇന്ന് ലോറിയുടെ അടുത്തെത്താനും അത് പുറത്തെടുക്കാനുമുള്ള ശ്രമമാകും സൈന്യം നടത്തുക. രക്ഷാപ്രവർത്തന സ്ഥലത്തേക്ക് ഇന്ന് സൈന്യത്തിന് മാത്രമാണ് പ്രവേശനം. കുത്തൊഴുക്കുള്ള പുഴയിൽ ലോറി ഉറപ്പിച്ചു നിർത്തണം ആദ്യം. പിന്നെ ലോറി കരയിലേക്ക് ബന്ധിപ്പിക്കണം. ഉള്ളിൽ അർജുനുണ്ടോ എന്ന് കണ്ടെത്തണം. ലോറി പുറത്തെടുക്കണം. ഇതെല്ലാമാണ് ഇന്ന് നടപ്പിലാക്കേണ്ടത്. ലോറിയുടെ ക്യാബിനിൽ അർജുനുണ്ടോ എന്ന് സ്ഥിരീകരിക്കാനുള്ള ശ്രമങ്ങൾ ആദ്യം നടത്തും. ഇതിനായി റിട്ടയർ മേജർ ജനറൽ ഇന്ദ്രപാൽ നമ്പ്യാരുടെ നേതൃത്വത്തിൽ IBOD ഉപയോഗിച്ചുള്ള പരിശോധന നടക്കും. ലോറിയുടെ കൃത്യസ്ഥലം കണ്ടെത്തി ഡ്രൈവർമാർ ക്യാബിനിലെത്തിയാകും അർജുനുണ്ടോ എന്ന് സ്ഥിരീകരിക്കുക. തുടർന്ന് ലോറിയെ ലോക്ക് ചെയ്ത് പുറത്തെത്തിക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിക്കുകയും ചെയ്യും. എന്തായാലും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കരയിൽ തന്നെയായിരുന്നു ഇത്തരത്തിൽ തെരച്ചിൽ നടത്തിയത്. എന്നാൽ പുഴയിലേക്ക് പോയി എന്ന സംശയത്തെ തുടർന്ന് പുഴയിൽ തെരച്ചിൽ ആരംഭിച്ചു. കഴിഞ്ഞ ദിവസം വൈകിട്ടോടെ ഒരു സിഗ്നൽ കണ്ടെത്തി. പിന്നീട് 2 സിഗ്നലും ഒരേ സ്ഥലത്ത് തന്നെ പതിച്ചു. തുടർന്ന് ദൃക്സാക്ഷി മൊഴിയും. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് വീണ്ടും പരിശോധന നടത്തിയത്. എക്സ്കവേറ്റർ ഉപയോഗിച്ചിട്ടുള്ള പരിശോധനയിലും ഇത്തരത്തിൽ ട്രക്ക് കണ്ടെത്തിയിരുന്നു. ഇന്നലെ 3:25 ട്രക്ക് കണ്ടെത്തിയത്. എന്തായാലും അർജുൻ ജീവനോടെ തിരിച്ചു വരണമെന്ന പ്രാർത്ഥനയിലാണ് എല്ലാവരും. അർജുനൊപ്പം കാണാതായ 2 പേരെ കൂടി ഇനി കണ്ടെത്തേണ്ടതുണ്ട്. ഇതിനുള്ള ശ്രമങ്ങളെല്ലാം കർണാടക സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ആരംഭിച്ചു കഴിഞ്ഞു. തിരച്ചിൽ വേഗത്തിലാക്കണമെന്നാവശ്യപ്പെട്ട് സുപ്രീം കോടതിയിൽ ഹർജി എത്തിയിരുന്നു. അഡ്വക്കേറ്റ് സുഭാഷ് ചന്ദ്രനാണ് സുപ്രീം കോടതിയെ സമീപിച്ചത്. കർണാടക സർക്കാരിന്റെ ഇടപെടൽ കാര്യക്ഷമമല്ലെന്ന് ചൂണ്ടിക്കാണിച്ചായിരുന്നു ഹർജി. ദൗത്യം സൈന്യത്തെ ഏൽപ്പിച്ച് രാവും പകലും ഇല്ലാതെ രക്ഷാപ്രവർത്തനം തുടരണമെന്ന് കേന്ദ്ര സർക്കാരിനും കർണാടക സർക്കാരിനും നിർദ്ദേശം നൽകണമെന്നും ഹർജിയിൽ ആവശ്യമുയർന്നിരുന്നു. വിഷയം ഗൗരവമാണെന്ന് കർണാടക ഹൈക്കോടതി നിരീക്ഷിച്ചിരുന്നു. തുടർന്ന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് കോടതി നോട്ടീസ് അയക്കുകയായിരുന്നു. എന്തായാലും 7 ദിവസം വരെ ഇത്തരത്തിൽ കരയിലായിരുന്നു അർജുനെ തേടിയുള്ള പരിശോധന. 90% പരിശോധന പൂർത്തിയാക്കിയ ശേഷമാണ് പിന്നീട് പുഴയിലാണ് എന്നതിന്റെ അടിസ്ഥാനത്തിൽ പുഴയിലേക്ക് തെരച്ചിൽ നടത്തിയത്. മാത്രമല്ല, ഒരു ദൃക്സാക്ഷി പറഞ്ഞതനുസരിച്ച് പുഴയിലേക്ക് അർജുന്റെ വാഹനം വീണു പോകുന്നത് അദ്ദേഹം കണ്ടതാണ്. ഇതനുസരിച്ചാണ് അവിടെ കേന്ദ്രീകരിച്ച് വീണ്ടും അന്വേഷണം നടത്തിയത്. കഴിഞ്ഞ ദിവസം 2 സിഗ്നലും ഒരേ സ്ഥലത്ത് തന്നെ പതിച്ചിരുന്നു. ആ സ്ഥലത്ത് തന്നെയാണ് അർജുന്റെ ട്രക്ക് കണ്ടെത്തിയത്.